നമസ്കാരം. ഞാൻ ഡോക്ടർ സിമി ഹാരിസ്, തിരുവനന്തപുരം ഉള്ളൂർ വി കെയർ ക്ലിനിക്കിലെ കൺസൾട്ടന്റ് ആണ്. ഞാൻ ഇന്നിവിടെ പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതായത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. അതായത് ഒരു യങ് ആളുകൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു തലമുറ നമ്മുടെ പഴയ തലമുറയിൽ നിന്നും വളരെയധികം വ്യത്യാസമുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമുണ്ട്, അവരുടെ രീതികൾ വ്യത്യാസമാണ്. അപ്പോൾ ആ രീതികൾ നമ്മളത് തെറ്റാണ് എന്ന് പറഞ്ഞ് വെക്കുന്നതിനേക്കാളും അവരുടെ അതിനകത്തുള്ള പോസിറ്റീവ് വശങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, അവരുടെ രീതികൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് നമുക്കൊരു പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്കറിയാം, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നത് യൂഷ്വലി ഒരു നോൺ മെഡിക്കൽ ആളുകളാണ്. നോൺ മെഡിക്കൽ ആളുകളിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഇവരുടെ മാനസികമായ ഒരു അടുപ്പവും ബാക്കി കാര്യങ്ങളാണ് കൂടുതൽ പ്രതിപാദിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ ഫിസിയോളജി, അവർക്ക് എന്തൊക്കെയാണ് അവരുടെ ബോഡിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെ സംഭവിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലാതെ ഒരു കല്യാണത്തിന് മുന്നേ അല്ലെങ്കിൽ ഒരു കുട്ടിയാകുന്നതിന് മുന്നേ എന്തൊക്കെ അറിയണം എന്നുള്ളൊരു കാര്യങ്ങൾ അവർ മാരേജിന് മുമ്പ് തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേതായി, രണ്ടുപേർ കല്യാണം കഴിക്കാൻ പോകുമ്പം അതൊരു ജനറ്റിക് ഹിസ്റ്ററി, നമ്മളെപ്പോഴും പറയും, നമ്മൾ ഈ ജാതകം നോക്കുന്ന പോലെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജനറ്റിക്, ഇപ്പം നമുക്ക് ഒത്തിരി പേര് കാരണം ഇപ്പം ലിറ്റിഗേഷൻസ് കൂടുതലാണ്. ലിറ്റിഗേഷൻസ് എന്ന് വെച്ചാൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഈ കുഞ്ഞിന് ഒരു പ്രോബ്ലം വന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് എപ്പോഴും ഈ ഒരു പ്രഗ്നൻസി ആയി പ്രോബ്ലം വരുമ്പോൾ ഇത് ചോദിക്കുന്നതും അതിൻ്റെ പുറകെ കോടതി കയറുന്നതും ഒക്കെ വളരെ സാധാരണമാണ്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഈവൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ജനറ്റിക്, നമ്മുടെ ഒരു ഫാമിലി ഹിസ്റ്ററിയിൽ ഫാമിലി ജനറ്റിക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും അസുഖം ഫാമിലിയിൽ റൺ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതിൻ്റെ കാരിയർ ആണെങ്കിൽ എനിക്ക് എത്ര % ചാൻസ് ഉണ്ട് എൻ്റെ കുഞ്ഞിന് വരാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു കൗൺസിലിംഗ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ തലമുറയ്ക്ക് അതെല്ലാം അറിയേണ്ട ഒരു അവകാശമായിട്ട് തന്നെ അവർ കണക്കുത്തുന്നുണ്ട്. നമ്മളത് തീർച്ചയായിട്ടും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മളത് ചെയ്യുക. അതുപോലെ തന്നെ പല വാക്സിനേഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. വാക്സിനേഷൻസ് കല്യാണം കഴിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഗർഭിണിയാവുന്നതിന് മുന്നേ എടുക്കേണ്ട കുറേ വാക്സിൻസിൻ്റെ കാര്യങ്ങളുണ്ട്. ഈ വാക്സിനേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയുക. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഒരു ഈവൻ കല്യാണത്തിന് മുന്നേ തന്നെ നമ്മൾ സെക്ഷലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ സെക്സ്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസ് എങ്ങനെയാണ്, അനാറ്റമിക്കലി നമ്മുടെ ഓർഗൻസ് എങ്ങനെയാണ്, ഇതൊന്നും അറിഞ്ഞുകൂടാത്ത എത്രയോ ന്യൂ ജനറേഷൻ കുട്ടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതൊരു പക്ഷേ ഇവർക്ക് യൂട്യൂബിൽ കിട്ടുന്ന വളരെ വേഗ് ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും. പക്ഷെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു ഇവർ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും അവരോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് നോർമലി. സോ വാട്ട് ഈസ് അബ്നോർമൽ, വാട്ട് ഈസ് നോർമൽ, പിന്നെ എന്തൊക്കെയാണ് സെക്ഷൽ പ്രോബ്ലംസ് വരാൻ ഉദ്ദേശിക്കുന്നത്. വെജനസ്മസ്, പലരും കല്യാണം കഴിച്ചിട്ട് വർഷങ്ങളോളം ബന്ധപ്പെടാതിരിക്കുന്ന കുട്ടികളുണ്ട്. പേടിയാണ് കാരണം. അതെന്തുകൊണ്ടാണ്? അത് അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു സയൻറ്റിഫിക് നോളജ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ആ ഒരു ആവശ്യം ഒരു ഡോക്ടറെ കണ്ട് തേടാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പം സെക്ഷലി കോണ്ടാക്ട് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ HIV പ്രൊഫൈൽ നമുക്കത് പണ്ടൊരു തമാശയായിട്ട് തോന്നും. പക്ഷെ തീർച്ചയായിട്ടും അത് നോക്കണം. അഥവാ ആണെങ്കിൽ പോലും അതിന് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് മാത്രം ഒരു കല്യാണത്തിനോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളിപ്പം കല്യാണം കഴിഞ്ഞു, പലരും ഇപ്പം നമുക്കറിയാം ഒരു വളരെയധികം കരിയർ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ജോലി ചെയ്യണം, എനിക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കണം, ഒരു വലിയൊരു നിലയിലെത്തണം, ഇതെല്ലാം സ്ത്രീകളുടെയും അല്ലെങ്കിൽ പെൺകുട്ടികളുടെയും ആഗ്രഹമാണ്. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് അല്ലെങ്കിൽ അണ്ടം ഈ ഒരു 23, 25, 26 ഇയേഴ്സ് ഒക്കെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത്. അത് കഴിയുമ്പോൾ അത് കുറഞ്ഞു വരും. അപ്പോൾ നമ്മളൊരു 35 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴായിരിക്കും പലരും നല്ല രീതിയിലൊന്ന് സെറ്റിൽ ആവുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് പ്രഗ്നൻസി ആകാം എന്ന് കരുതുമ്പോൾ പലരുടെയും എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോവുകയും പ്രഗ്നൻസിയുടെ സാധ്യത കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ എഗ്ഗ് എങ്ങനെയാണ് ക്വാളിറ്റി. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 5 വർഷം വെളിയിൽ പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ എനിക്കൊരു 5-6 വർഷം എനിക്ക് വെളിയിൽ ജോലി ചെയ്യണം, എനിക്ക് സമ്പാദിക്കണം, ഇങ്ങനെയുള്ള കുട്ടികൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ക്വാളിറ്റി ഓഫ് എഗ്ഗ് അഷ്യൂർ ചെയ്യുക. എങ്ങനെയാണ് എൻ്റെ ക്വാളിറ്റി, ഓക്കെ, ഇസ് ഇറ്റ് ഗുഡ്. അപ്പോൾ വളരെ മോശമാണ് ക്വാളിറ്റി, നമുക്ക് അത്രയും നാൾ പറ്റില്ല എങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. നമുക്ക് എഗ്ഗ് വേണമെങ്കിൽ ആസ്പിറേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വർഷങ്ങൾക്ക് ശേഷം അതെടുത്തിട്ട് അത് ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണറുടെ ഇതുമായിട്ട് ചെയ്ത് IVF ചെയ്യാം. ഇങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെ ആദ്യമേ തന്നെ ഇതെല്ലാം ചെയ്തിട്ട് അവരൊരു 39 ഇയേഴ്സിലൊക്കെ അവർ തിരിച്ച് അവരുടെ ഫാമിലി വേണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ വൈകിപ്പോകും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക കൗൺസിലിങ്ങിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണ്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, നമുക്ക് കുട്ടികൾ ഉടനെ വേണ്ട. അപ്പോൾ അത് വേണ്ടത് നമ്മൾ ആക്ച്വലി കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ദർ ഷുഡ് ബി എ പ്ലാനിങ്, അല്ലേ? ഒരു പ്ലാനിങ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എത്ര നാൾ കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്യണം, ഏത് കോൺട്രാസെപ്ഷനാണ് നല്ലത്, അല്ലാതെ ഈ അൺവാണ്ടഡ് MTPs, ഒത്തിരി MTPs വെറുതെ അബോർഷൻസ് ചെയ്ത് അവനവൻ്റെ യൂട്രസും
ഒക്കെ നശിപ്പിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത്. കാരണം അവരവരുടെ ഡ്യൂട്ടിയാണ് ഈ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ഉണ്ടാക്കാതിരിക്കുക, അത് അബോർഷൻസിലോട്ട് ചെന്ന് അങ്ങനെ വരുന്നത്. എനിക്ക് തോന്നുന്നു ആ ഇത് മാത്രം നമ്മുടെ ന്യൂ ജനറേഷൻസിനെ ഇനി പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ദർ ആർ ലോട്ട് ഓഫ് ഓപ്ഷൻസ് പ്രഗ്നൻസി ആവാതിരിക്കാൻ. അപ്പോൾ അത് ദയവ് ചെയ്ത് ചെയ്യുക. അല്ലാതെ ഈ അൺവാണ്ടഡ് ഈ വെറുതെയുള്ള അബോർഷൻസ് പ്രിവെന്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള നൂതന മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് എപ്പോഴാണ് പ്രഗ്നൻസി ആവേണ്ടത് അപ്പം ചെയ്യാമല്ലോ. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാം ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ട് അതിനുള്ള ഇതെടുക്കുക. പിന്നെ പ്രഗ്നൻസിക്ക് മുന്നേ നമ്മുടെ ആരോഗ്യം കറക്റ്റ് ആണെന്നുള്ളത് വിലയിരുത്തുക. ഏതെല്ലാം അസുഖങ്ങളുണ്ട്, എല്ലാം എവറിത്തിങ് ഒരു പ്ലാൻഡ് പ്രഗ്നൻസിയിലോട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും പ്രീമാരിറ്റൽ കൗൺസിലിംഗിൽ നമ്മൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുവഴി തന്നെ ഒരു പുതിയ തലമുറയ്ക്ക് നമ്മൾ എല്ലാ രീതിയിലുള്ള ഹെൽത്തി തിങ് അവർ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് തന്നെ പോകണം. അതുപോലെ അവരുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ അംഗീകരിക്കണം, അവരെ അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ട്രീറ്റ്മെന്റും കൊടുക്കാനായിട്ട്. അല്ലാതെ ഇവർ പറയുന്നതെല്ലാം തെറ്റാണെന്നും പറഞ്ഞ് അവരെ തഴഞ്ഞു കളയുന്നത് ഇനിയുള്ള കാലത്ത് ഒരിക്കലും നല്ലതല്ല. അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരുടെ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കുക. ലോകം മാറുന്നു, നമ്മളും അത് തീർച്ചയായിട്ടും മാറേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് സയന്റിഫിക് ആയിട്ട് വേണമെന്ന് മാത്രം.